ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ വർഷം 47 പേര് UPSCയിൽ വിജയികളായി എന്നാണ് പറയുന്നത്. അത് നല്ല നമ്പറാണോ അതെയോ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കൂടുതൽ ആൾക്കാർ ഉണ്ടാകണം എന്നാണോ കരുതുന്നത്? ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കൊരു ഫെലിസിറ്റേഷൻ സെറിമണി ഗവൺമെൻറ് ഓഫ് കേരള കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തൊരു ഈവൻ്റ് ഉണ്ടായിരുന്നു. അതിൽ ഇഷിത രവി മാം IAS ഓഫീസർ ഷി സെഡ് നമുക്ക് ഏറ്റവും നമ്പർ ഓഫ് ആസ്പിറൻസ് കിട്ടിയിരുന്നത് ഹയസ്റ്റ് നമ്പർ വാസ് 54. അത് 2 വർഷം മുൻപായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ മേ ബി 47 വി ഹാഡ് എ സ്ലൈറ്റ് ഡിക്രീസ് ഓഫ് മാർജിൻ. പക്ഷേ 47 സീംസ് ടു ബി എ ഗുഡ് നമ്പർ. പക്ഷേ ഇനിയും കൂടുതൽ സിവിൽ സർവൻസ് നമുക്ക് കേരളത്തിൽ നിന്നുണ്ടാകാവുന്നതാണ്. കാരണം ആ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിൽ നിന്നുള്ള ആസ്പിറൻസിൻ്റെ നമ്പർ കുറഞ്ഞപ്പോഴാണ്. സോ വി കുഡ് ഡു ദാറ്റ് ആൻഡ് ഐ തിങ്ക് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആഗ്രഹമുള്ള കുട്ടികൾ അതിന് സപ്പോർട്ടീവ് ആയിട്ടില്ല. കാരണം ഐ ഡോണ്ട് തിങ്ക് സിവിൽ സർവീസ് ഇസ് ആൻ ഇൻഡിവിജ്വൽ എഫേർട്ട്. ഒരു വ്യക്തി ഒറ്റയ്ക്കിരുന്ന് പഠിച്ചെഴുതുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് ഒത്തിരി സപ്പോർട്ടുണ്ട്, കൂട്ടായ സപ്പോർട്ടുണ്ട് ഫ്രം പേരൻസ്, സിബ്ലിങ്സ്, എക്സ്റ്റെൻഡഡ് ഫാമിലി സപ്പോർട്ട്. എനിക്ക് തീർച്ചയായിട്ടും ഞാൻ പഠിച്ചു, ഐ ഡിഡ് ഹാർഡ് വർക്ക്, ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം എന്നെ പ്രിലിംസ് വരുന്നതാണ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ പേരൻസ് ആകട്ടെ, എൻ്റെ സിബ്ലിങ്സ് ആകട്ടെ, അച്ഛനാകട്ടെ, ത്രൂ ഔട്ട് ദ ജേർണി, ടീച്ചേഴ്സ്, എവറിബഡി ജസ്റ്റ് told me that I'm capable to do this, I should try again and I should not be deterred by the failures that came in between. So that should not be the end and I should try again. So that has been a motivating factor for me.